ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടല്ലേ. ഈ 4 രീതികൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ സിമ്പിളായ രീതിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നിടത്താണ് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞു പോയ എന്ത് കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ അതിനെയൊക്കെ നമുക്ക് പാസ്റ്റ് ടെൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ പാസ്റ്റ് ടെൻസ് എന്ന് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ നമുക്ക് എത്ര നന്നായിരുന്നു ഇല്ലേ. പക്ഷേ ഇത് നമ്മൾ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 4 വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. 4നും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. 4 വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വരുമ്പോഴാണ് പല ആളുകൾക്കും, തുടക്കക്കാരായ ആളുകളൊക്കെ വളരെയധികം ഈ ടെൻസ് എന്ന് പറയുന്ന സാധനം തന്നെ നമ്മൾ മടുത്തു പോകുന്നത്. ഈ രീതിയിലൊക്കെ പറയും. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ യൂസേജ്, അർത്ഥം ഒക്കെ ഒന്ന് നോക്കാം. ഇതിൽ ആദ്യം പറയുന്ന ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. ഒരു കാര്യം ജസ്റ്റ് ചെയ്തു എന്ന് പറയുന്നിടത്താണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാണ്, ഐ വെൻറ്റ്, ഞാൻ പോയി. ഐ ഫിനിഷ്ഡ്, ഞാൻ പൂർത്തിയാക്കി. ഷീ വെൻറ്റ്, അവൾ പോയി. ഷീ കെയിം, അവൾ വന്നു. ഇങ്ങനെ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ജസ്റ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഒരുപാട് രീതിയിൽ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കാനൊന്നുമില്ല. ഒരു കാര്യം ജസ്റ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കഴിഞ്ഞു, ആ കാര്യം ചെയ്തു കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഷീ വെൻറ്റ്, അവൾ പോയി. പോയോ? ആ പോയി, അത്രേ ഉള്ളൂ. അതാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വെർബ് യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഫോം യൂസ് ചെയ്യണം കേട്ടോ. ഗോ എന്ന് പറഞ്ഞാൽ പോരാ, വെൻറ്റ് എന്ന് തന്നെ നമ്മൾ പറയണം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്, അതായത് കഴിഞ്ഞു പോയൊരു സമയത്ത് സംഭവം പൂർത്തിയായതാണ്, പക്ഷേ കഴിഞ്ഞു പോയൊരു സമയത്ത് ഈ പരിപാടി, ഈ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നിടത്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, നീ വിളിച്ച സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ വിളിച്ച സമയത്ത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാത്തത്. ഇങ്ങനെ പിന്നീട് പറയുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ അല്ലേ. ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കുകയാണ്. അപ്പോഴൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇംഗ്ലീഷിൽ പറയേണ്ടത്. ഐ വാസ് സ്ലീപ്പിംഗ്. ഐ വാസ് സ്ലീപ്പിംഗ്. ദേ വേർ പ്ലേയിങ്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേ വേർ പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് വർക്കിംഗ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാസ് ടേക്കിംഗ് എ ബാത്ത്. അവൾ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയ കാര്യമാണ്, പക്ഷെ കഴിഞ്ഞു പോയ സമയത്ത് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ രീതിയായ പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഓക്സിലറി വെർബ് യൂസ് ചെയ്തിട്ടുണ്ട്, വാസ് വേർ. വാസ് വേർ, അത് കഴിഞ്ഞ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് 2 രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഒന്ന് വാസ്, അതുപോലെ തന്നെ വേർ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വാസ് യൂസ് ചെയ്യും, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ നമ്മളതിന് വേർ യൂസ് ചെയ്യും. ദേ വേർ പ്ലേയിങ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. ഇതിനു മുമ്പ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ്. അതായത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടായിരുന്നു, സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു, ഓക്കെ, എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിലൊരു ഓക്സിലറി വെർബ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഹാഡ് ആണത്. ഐ ഹാഡ് ഗോൺ. ഐ ഹാഡ് ഗോൺ. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്ന്? കുറേ വർഷങ്ങൾക്ക് മുമ്പ്. എന്ന്? കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, കുറച്ച് മുമ്പ്. ഐ ഹാഡ് ഗോൺ. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറയാണ്, ഷീ ഹാഡ് ഗോൺ. അവൾ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ? പോയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ കാലമൊക്കെ അവിടെ നിന്നിട്ട് തിരിച്ചിങ്ങോട്ട് പോന്നു. ഷീ ഹാഡ് ഗോൺ. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിൻ്റെ 3ാമത്തെ ഫോം ആയിരിക്കണം ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. നമ്മൾ ഹാവ്, ഹാസ്, ഹാഡ്
ഈ 3 ഓക്സിലറി വെർബുകൾ നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം നിങ്ങൾ മറക്കാതെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗോ, വെൻറ്റ്, ഗോൺ. ഇവിടെ ഗോൺ എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷീ ഹാഡ് ഗോൺ, അവൾ പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പണ്ട്, ഇപ്പോൾ ഒന്നല്ല, കുറേ മുമ്പ് ആണെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതികളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ രീതി എന്ന് പറയുന്നത് ഇത്തിരി കൂടെ വലുതാണ്. ഇങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അത് പറയുമ്പോൾ തന്നെ അല്പം ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പോയൊരു സമയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരാൾ നമ്മളോട് കുറേ കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ സമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്, നീ അന്ന് വരുന്ന സമയത്ത് ഞാൻ രാവിലെ മുതലേ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാതിരുന്നത്. നീ അന്ന് വന്ന് കയറിയ സമയത്ത് എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല, കാരണം അന്ന് നീ വരുന്ന സമയത്ത് ഞാൻ രാവിലെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ഉച്ച വരെ അല്ലെങ്കിൽ ആ സമയം വരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ പണ്ട് കാലത്ത് ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, കുറേ മുമ്പ് തുടങ്ങിയിട്ട് ആ സമയം വരെയും അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പണ്ട് അല്ലെങ്കിൽ മുമ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം. ഞാൻ കുറേ കാലമായിട്ട്, കുറേ സമയമായിട്ട് നിന്നെ കാത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ നിന്നെ കണ്ടില്ല, അപ്പം ഞാൻ മറ്റവനെ വിവാഹം കഴിച്ച് ഞാൻ അങ്ങോട്ട് യെസ്. അപ്പോൾ ഈ രീതിയിൽ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, പിന്നീട് അത് നിർത്തി, പിന്നീട് അത് തീർന്നു എന്ന് പറയുന്ന രീതിയിലാണെങ്കിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പറയാം, വി ഹാഡ് ബീൻ ടോക്കിംഗ് അബൌട്ട് യു. വി ഹാഡ് ബീൻ ടോക്കിംഗ് അബൌട്ട് യു. ഞങ്ങൾ നിന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കുറേ കാലമായിട്ട്. പിന്നെ പതിയെ ആളുകൾ അതൊക്കെ മറന്നു. ഏതായാലും ഭാഗ്യത്തിന് നീ തിരിച്ചു വന്നല്ലോ. വി ഹാഡ് ബീൻ ടോക്കിംഗ് അബൌട്ട് യു. ഞങ്ങൾ നിന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിന്നെ കാത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു ഫോർ 3 months, 3 മാസത്തോളമായിട്ട്. പിന്നെ നിന്നെ കണ്ടില്ല. ഈ രീതിയിലൊക്കെ ആണെങ്കിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നീട്ടി വലിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബീൻ എന്നുള്ള വേർഡ് കൂടെ നമ്മൾ ചേർക്കുന്നു. അത് കണ്ടിന്യൂസ് ആയ ഒരു കാര്യമാണ്, തുടർന്നുകൊണ്ടിരിക്കുക ആയിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു ബീൻ കൂടെ നമ്മൾ ചേർക്കുന്നത് മാത്രം. ഹാഡ് ബീൻ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓർത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.